എനിക്ക് ഭ്രാന്താണെന്ന് മാധവേട്ടൻ കരുതിയോ? ഇല്ല മാധവേട്ട, എനിക്ക് ഭ്രാന്തില്ല. എനിക്ക് ഭ്രാന്താണെന്ന് മാധവേട്ടൻ കരുതി. കൊണ്ടുപോയാൽ നടത്തിക്കൊണ്ടോ? എന്താ വെച്ചാ നടന്ന് നടന്ന് വേണം നമ്മള് കാര്യങ്ങൾ പഠിക്കാൻ. ഞാൻ പണ്ട് ഇതുപോലെയായിരുന്നു, നടന്ന് നടന്ന പരീക്ഷയ്ക്ക് പഠിച്ചോണ്ടെന്ന്. ഇതെന്താ ഇത്? ഞാൻ ഇത്ര സമയം നടക്കുമെന്ന് വെച്ചാൽ കണ്ട വീർത്തൊലിക്കുന്ന സംഭവം എന്താ? ഡയലോഗ് പൗത്രം പറഞ്ഞത് മൊത്തം പഠിച്ചു വെച്ചേക്കണോന്ന്. വൈകിട്ട് വരുമ്പോഴത്തേക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞ്, പക്ഷെ ഡയലോഗ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണോന്ന്. പരീക്ഷയ്ക്ക് ഇതുപോലെ നന്നായിട്ട് പഠിച്ചിരുന്ന ഇപ്പൊ എവിടെ എത്തിയേനെ? സത്യം. പക്ഷെ ഉണ്ടല്ലേ ചാ, എന്താ കുഴപ്പമെന്ന് അറിയാമോ? ഇതിൽ മാധവൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളോട് ഞാൻ ഈ പറയുന്നതാണ്, ഈ മാധവൻ എന്ന് പറഞ്ഞ ഒരാളില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. മാധവനെ സങ്കല്പിച്ചാൽ മതി. എനിക്ക് അങ്ങനെ സങ്കല്പിച്ചൊന്നും എനിക്ക് തന്നെ വല്ല അഭിനയിച്ച എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വൈകിട്ട് പൗത്രം വരുമ്പോ പൗത്രനെ പിടിച്ച് മാധവനാക്കിയാൽ മതി. അതൊന്നും ശരിയാവത്തൊന്നുമില്ല. ഡയലോഗ് പഠിച്ചു വെക്കണ്ടേ? ഞാനൊന്ന് വായിച്ചു തരാമോ? വായിച്ചു തരാമോ? വായിച്ചു തരാം. എനിക്കങ്ങ് വയ്യ. കഷ്ടല്ലേ ചായ? നീ ഒന്ന് ചുമ്മാ ആയിരുന്നു, നമുക്ക് പറ്റിയ പണിയൊന്നും അല്ലത്. വേറെ എന്തെങ്കിലും നോക്ക് പോ. എന്റെ ഇച്ചായ ഇവിടെ വെച്ചല്ലേ, ആരും കാണുന്നില്ലല്ലോ. ഇച്ചായം പത്രം വായിക്കുന്ന പോലെ ഇതങ്ങ് വായിച്ചാ മതി. പത്രം വായിക്കുന്ന പോലെ ഇങ്ങനെ സീൻ വായിക്കുന്നത്. എനിക്ക് സീൻ വായിച്ചൊന്നും ശീലമില്ലാത്തതുകൊണ്ട്. അതല്ല ഞാൻ പറയാ, ഇച്ചിരി ഒന്ന് എക്സ്പ്രഷൻ ഒക്കെ ഇടണം. ഇത് എന്തോ ഇച്ചായ, ഇത് ഞാൻ പഠിച്ചോണ്ട് ചെന്നില്ലെങ്കിൽ നാളെ ഡയറക്ടറുടെ മുമ്പിൽ കിടന്ന് ഞാൻ തത്തക്കം പുത്തക്കം പറയും. ഞാൻ ഒരു കാര്യം പറയാം ആലിസെ, എന്നെ കൊണ്ടത് നടക്കത്തില്ല. എനിക്കറിയാത്ത പണിയാണ്. ഞാനിത് നേരത്തെ പറഞ്ഞു. എനിക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും അറിഞ്ഞൂടാ, എനിക്ക് അഭിനയിക്കാനും അറിയത്തില്ല. ഞാനൊരു ഡോക്ടർ മാത്രമാണ്. അതുകൊണ്ട് എന്നെ വിട്, എൻ്റെ പൊന്നുമോൾ എന്നെ. എൻ്റെ ഇച്ചായ, സ്വന്തം ഭാര്യയ്ക്ക് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോ ആരാ സഹായിക്കേണ്ടത്? ഞാനിത് വലിയ ആന പറിക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ പറയുന്നത്. ഈ ഡയലോഗ് ഒന്ന് പറഞ്ഞു തരാനല്ലേ പറയുന്നത്. പൊന്നുമോളെ, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ഞാൻ അഭിനയിക്കണമെന്നും ആരും കാണുന്നില്ല. ഞാൻ അഭിനയിക്കണമല്ലേ അത്രയും മനുഷ്യർ കാണത്തുള്ളൂ. പ്ലീസ് ഇച്ചായ, ഞാൻ സഹായിച്ചാൽ നീ എനിക്ക് എന്തോ വരും? നല്ലൊരു ചായ ഇട്ട് ഇപ്പൊ തരും. പിന്നെ ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ട്, നല്ല ഉഗ്രൻ ചിക്കൻ കറിയും വെച്ച് തരും, ചപ്പാത്തി ഉണ്ടാക്കി തരും. കുഴപ്പമില്ലാത്ത ഓഫറാണല്ലോ. നീ ഇത്രയും സ്നേഹത്തോടൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിയാത്ത പണി പോലും ഞാൻ ചെയ്തു. ഇതേ മാധവന്റെ ഡയലോഗാണ് ചായ വായിക്കേണ്ടത്. ആണോ? മറ്റേത് അത് അഞ്ജലി ഞാൻ അഞ്ജലിയുടെ ഡയലോഗ് ഞാൻ പറഞ്ഞോളാം, അതെനിക്കറിയാം. പിന്നെ ഇടയ്ക്ക് ഞാൻ തെറ്റിക്കുവാണെങ്കിൽ ചാൻ ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ഓ, ഒന്ന് വായിച്ചു നോക്കിക്കോട്ടെ. അഞ്ജലി, എത്ര നാളായി നീ ഇങ്ങനെ ഈ വീടിനകത്ത് അടച്ചു മൂടിയിരിക്കുന്നു? എത്ര കാലം ഇങ്ങനെ ഇരിക്കും? നമുക്ക് നമ്മുടെ പഴയ ജീവിതം തിരിച്ചു കിട്ടണ്ടേ? ഇതാണ് ഡയലോഗ്. ഇത് ഇങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, ഇച്ചിരി ഒന്ന്. അഞ്ജലി, എത്ര നാളായി നീ ഇങ്ങനെ ഈ വീടിനകത്ത് അടച്ചു പൂട്ടിയിരിക്കുന്നു? എത്ര കാലം ഇങ്ങനെ ഇരിക്കും? അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇട്ടു. അതല്ലേ പറഞ്ഞ. എന്നാ നമുക്ക് നിന്ന് പറഞ്ഞാലോ? എന്തിനാ നമുക്ക് ഇരുന്നത്? അയ്യോ, ഈ ഡയലോഗ് നിന്നാ പറയുന്നത് പൗത്രം പറഞ്ഞായിരുന്നു. അപ്പൊ നിന്ന് തന്നെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. പറയാന്ന് വെച്ചാ, അഞ്ജലി, എത്ര നാളായി നീ ഇങ്ങനെ ഈ വീടിനകത്ത് അടച്ചു പൂട്ടിയിരിക്കുന്നു? എത്ര കാലം ഇങ്ങനെ ഇരിക്കും? നമുക്ക് നമ്മുടെ ആ പഴയ ജീവിതം തിരിച്ചു പിടിക്കണ്ടേ? ഇങ്ങനെ ഇത്ര ഫീലിൽ പറയണേ. അഞ്ജലി, എത്ര നാളായി നീ ഇങ്ങനെ ഈ വീടിനകത്ത് തന്നെ അടച്ചു പൂട്ടിയിരിക്കുന്നു? എത്ര കാലം ഇങ്ങനെ ഇരിക്കും? കറക്റ്റ്. നമുക്ക് നമ്മുടെ പഴയ ജീവിതം തിരിച്ചു പിടിക്കണ്ടേ? കൊള്ളാവോ? പൊളി. എല്ലാ ദിവസവും ഞാനിങ്ങനെ വന്ന് പറയുന്നു, പക്ഷെ നീ എന്നെ ഒന്ന് നോക്കുന്ന പോലുമില്ല. ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? കറക്റ്റ് ചായ, കറക്റ്റ് പറ. ഓക്കെ അഞ്ജലി, എനിക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല. ഞാൻ ഈ പറയുന്നതിന് എന്തെങ്കിലും മറുപടി പറയൂ. ഇല്ല, നീ ഒന്നും പറയില്ല. നീ ഒരിക്കലും എന്നോട് മിണ്ടില്ല. പക്ഷേ നീ ഒന്ന് മനസ്സിലാക്കിക്കോ, ഈ ജന്മം മുഴുവൻ നിന്നെ തിരിച്ചു കിട്ടാനായി ഞാൻ കാത്തിരിക്കും. ഈ മാധവേട്ടന്റെ ഹൃദയത്തിൽ നീ മാത്രമേ ഉള്ളൂ. അത് ഇച്ചിരി ഫീലിൽ പറ. ഈ മാധവേട്ടന്റെ ഹൃദയത്തിൽ നീ മാത്രമേ ഉള്ളൂ. കറക്റ്റ്. മാധവേട്ട. അഞ്ജലി. അഞ്ജലി നീയല്ലേ? ഞാൻ മാധവേട്ടാന്ന് വിളിക്കുമ്പോ അഞ്ജലിന്ന് വിളിക്കണം. ഫീലില്. മാധവേട്ട. അഞ്ജലി. ഓഫ്, കറക്റ്റ്. എന്റെ ഡയലോഗ് അല്ലേ? തുടക്കം മാത്രം ഒന്നിട്ടെ. മതി. ഞാൻ നോക്കണ്ടേ? വേണ്ട ചായ. ഇടയ്ക്ക് വിട്ടുപോയിട്ട് തരണോ? പോവാണെങ്കിൽ ഇട്ട് തന്നാ മതി.
എനിക്ക് ഭ്രാന്താണെന്ന് ഇച്ചായൻ കരുതിയോ? ഇല്ല ഇച്ചായ. ഇച്ചായനല്ല, മാധവേട്ടൻ. അയ്യോ തെറ്റിപ്പോയി. എനിക്ക് സീരിയലിനെ പോലെ ഇച്ചായനെ ഓർമ്മ. മാധവേട്ടൻ, മാധവേട്ടൻ. ഓക്കെ അല്ലേ? എനിക്ക് ഭ്രാന്താണെന്ന് ഇച്ചായൻ കരുതി. മാധവേട്ടൻ. എനിക്ക് ഭ്രാന്താണെന്ന് മാധവേട്ടൻ കരുതിയോ? ഇല്ല മാധവേട്ട, എനിക്ക് ഭ്രാന്തില്ല. എന്റെ വയറ്റിൽ വളർന്ന കൊന്നവരോട് പകരം ചോദിക്കാൻ, എന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ കൊന്നവരോടുള്ള പ്രതികാരം എനിക്ക് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഭ്രാന്തായിട്ട് അഭിനയിച്ചതാ മാധവേട്ട, അഭിനയിച്ചതാ. നീ എന്തിനാ അവിടെ പോയി ഡയലോഗ് പറയണ? ഞാൻ ഇവിടെയാ. ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ട് ഡയലോഗ് പറയണമെന്നാ പവിത്രം പറഞ്ഞത്. എന്തിനാ? എന്താന്നറിയോ? ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിന്ന് ഡയലോഗ് പറയാനും മുഖത്തോട്ട് നോക്കണ്ട. ക്യാമറ എവിടെയാണ് ഇരിക്കുന്നത്, ക്യാമറയുടെ മുഖത്ത് നോക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. ക്യാമറയുടെ മുഖത്തോ? ആ ക്യാമറ ഇരിക്കുന്ന ആ ക്യാമറയുടെ മറ്റേ ഇങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, അതിനകത്തോട്ട് നോക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. അവിടെയാണ് ഇരിക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് നടക്കണം, ഇവിടെയാണെങ്കിൽ അങ്ങോട്ട്, അവിടെയാണെങ്കിൽ അങ്ങോട്ട്, അങ്ങനെ നടക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ നമുക്ക് സങ്കല്പിക്കാം. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകാം, ഇപ്പൊ ഞാൻ അവിടെ പോയി നിൽക്കാം, ബാക്കി എനിക്ക് ഇട്ട് തന്നെ. ഇനി അടുത്ത എന്റെ ഡയലോഗ് അതെന്തായിരുന്നു? അത് നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അത് പറഞ്ഞു. അപ്പോ അതേ മാധവേട്ട, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാനേ നിങ്ങളുടെ സഹോദരിയും ഭർത്താവും മറ്റേ കലക്കി കൊടുത്തത്. അപ്പം ഞാൻ എന്റേത് പറയട്ടെ. പറഞ്ഞു. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? പോരാ ഫീല്. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? കറക്റ്റ്. പക്ഷെ അതൊരു കാര്യമുണ്ട്, ഇങ്ങനെ നടന്ന് എന്റെ അടുത്തോട്ട് വന്നിട്ട് ഈ തോളത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട്. ശരി. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അതെ മാധവേട്ട, സത്യമാണ്. എന്റെ വയറ്റിൽ വളർന്ന കൊച്ചിനെ ഇല്ലാതാക്കാനായി മാധവേട്ടന്റെ സഹോദരിയും ഭർത്താവും ചേർന്ന് എനിക്ക് പാലിൽ മരുന്ന് കലക്കി തന്നു. അത് കുടിച്ചിട്ടാണ് എന്റെ ഗർഭം അലസിയത്. അയ്യോ, ഇവിടെ വെട്ടുകത്തി വേണമായിരുന്നു. എന്ത് വെട്ടുകത്തി വേണമായിരുന്നു? ഈ ഡയലോഗ് പറയുമ്പോ വെട്ടുകത്തി വേണമായിരുന്നു. ഓ ഭ്രാന്തല്ലേ, അപ്പൊ അതൊക്കെ വേണം, ടൂൾസ് വേണം. ഞാനിപ്പോ വരാവേ. എന്നാ വൃത്തികെട്ട ഡയലോഗായി എഴുതി വെച്ചിരിക്കുന്നേ. ഇതൊക്കെ നാട്ടുകാരുടെ മുന്നിൽ എങ്ങനെ പറയുന്നേ? കഷ്ടം തന്നെ. കിട്ടി. നമ്മളിപ്പോ ഇവിടെയല്ലേ നിൽക്കുന്നത്? വെട്ടുകത്തി വേണല്ലേ? നോക്കിക്കോ, ഇനി അഞ്ജലിയുടെ നാളുകളാണ്. ഞാൻ പ്രതികാരം ചെയ്യും. നിങ്ങളുടെ സഹോദരിയെയും ഭർത്താവിനെയും ഞാൻ കൊല്ലും. റെഡി, അത്ര മതി. അങ്ങനെ പിടിക്കുമ്പോ ഒരുമാതിരി ഇരിക്കുന്നു, പിന്നെ ദീപജർശിക പിടിക്കുന്ന പോലെ ഇങ്ങനെ. ബ്രീത്ത് നോട് എഴുതിയിട്ടുണ്ടാ? ബ്രീത്ത് എഴുതിയിട്ടില്ല. നീ പക്ഷെ ഇട്ടോ? ഇടണോന്ന് ഇടക്കിടക്ക് ഇടണോന്ന് പൗത്രം പറഞ്ഞാ. നോക്കിക്കും മാധവേട്ട, ഇനി അഞ്ജലിയുടെ നാളുകളാണ്. നിങ്ങളുടെ ഭർത്താവിനെയും എന്റെ ഭർത്താവല്ല, എന്റെ സഹോദരിയുടെ ഭർത്താവിനെ, എന്റെ സഹോദരിയെയും ഭർത്താവിനെയും. നോക്കിക്കോ മാധവേട്ട, ഇനി അഞ്ജലിയുടെ നാളുകളാണ്. നിങ്ങളുടെ സഹോദരിയുടെയും ഭർത്താവിനെയും ഞാൻ അത് കൊള്ളാം. എന്റെ ദേഹത്ത് ഇപ്പം കൊണ്ടേനെ. എനിക്ക് ഭ്രാന്താണെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്ന നിലയ്ക്ക് എനിക്കെതിരെ കേസ് ഉണ്ടാകില്ല. ഇങ്ങനെ ഒരു അവസരത്തിനായി അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു മാധവേട്ട. ഇനി എന്റെ പ്രതികാരത്തിന്റെ നാളുകളാണ്. ചോര കൊണ്ട് ഞാൻ അമ്മാനമാടും. പിടിക്ക്, ഈ സമയത്ത് എന്നെ പിടിക്കണം. ആര് പിടിക്കണം? എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് വിടെന്ന് പറയണം. വിടുവിടെന്നല്ല, പോകരുതെന്നാ. എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തണം. അങ്ങനെയുണ്ട്. ഇനി എന്റെ ചോര എന്തായിരുന്നു? ചോര തിളപ്പ എന്തായിരുന്നു? കാണാതെ എനിക്കറിയില്ല. ചോര കൊണ്ട് കണക്ക് തീർക്കാൻ വേണം. പിടിച്ചോണം. അപ്പൊ ഇങ്ങനെ പിടിച്ച് വലിക്കണേ. നോക്കിക്കോ മാധവേട്ട, ചോര കൊണ്ട് ഞാൻ കണക്ക് തീർക്കാൻ പോവാണ്. പിടിച്ച് വലിക്കും. ചോര കൊണ്ട് ഞാൻ കണക്ക് തീർത്തും മാധവേട്ട, കണക്ക് തീർക്കും. ഇനി വിടണം. ഇത്രയും ഞാനിങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് വിടണം. എന്നാലേ എനിക്ക് വെട്ടുകത്തി എടുത്ത് പുറത്തേക്ക് ഓടാൻ പറ്റത്തുള്ളൂ. കണക്ക് തീർക്കും. വിടാൻ. ഇവക്കും തലയ്ക്ക് ഭ്രാന്ത്, ഇത് എഴുതിയവനും തലയ്ക്ക് ഭ്രാന്ത്. സീരിയലാണത്ര, സീരിയൽ. പരമ കഷ്ടം. ഭ്രാന്തി എങ്ങോട്ട് ഓടിയോ എന്തോ.
കണ്ടോ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? കണ്ടോ, വേസ്റ്റുകളൊക്കെ കൊണ്ടിടാൻ പറ്റിയ സ്ഥലം. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അടിക്കരുത്, അടിക്കരുത്. ഞാൻ കുത്തും. അടിക്കരുത്, എല്ലാം ചെയ്ത് അടിക്കരുത്, അടിക്കരുത്, അടിക്കരുത്. എല്ലാം ചെയ്തു. കുത്തും. അയ്യോ, 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 അയ്യോ.